ഇതൊരു ചേട്ടനും ചേട്ടന്റെ പുന്നാര അനിയനുമാണ്. പക്ഷേ ഈ ചേട്ടനും അനുജനും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പറക്കമറ്റാത്ത പ്രായത്തിൽ തന്നെ ഇവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദന പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. ഒരുമിച്ചു കളിച്ചു നടന്നവർ, മാതാപിതാക്കളുടെ പൊന്നോമനകൾ. പക്ഷേ ഇനി അവർ ഈ ലോകത്തില്ല എന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവർക്കുണ്ടായ ഈ നഷ്ടം ഒരിക്കലും നികത്താനാവാത്ത ഒന്നു തന്നെയാണ്. ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഓരോ മാതാപിതാക്കളും ജാഗരൂകരായി തന്നെ ഇരിക്കണം. കാരണം ഓരോ മാതാപിതാക്കളുടെയും മനസ്സുലയ്ക്കുന്ന ദാരുണമായ സംഭവം തന്നെയാണിത്. കൊട്ടിയം മൈലാപ്പൂർ പുതുച്ചിറ അനീസിന്റെയും ഹൈറുന്നീസയുടെയും ഇളയ മകനായ 7 വയസ്സുകാരൻ അഹിയാൻ, മൂത്ത മകൻ 12 വയസ്സുകാരനായ ഫെർസിൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. ഉമയനല്ലൂർ മാടച്ചിറയിൽ ബേക്കറി നടത്തുകയാണ് കുട്ടികളുടെ മാതാവായ ഹൈറുന്നീസ. വൈകിട്ടോടെ കടയിലെത്തിയ സഹോദരങ്ങൾ തൊട്ടടുത്തുള്ള കുളത്തിന് സമീപത്തേക്ക് പോവുകയായിരുന്നു. വൈകിട്ട് 6:45 കുളത്തിന്റെ കൈവരികൾ അവസാനിക്കുന്ന ഭാഗത്ത് അഹിയാൻ വീഴുകയായിരുന്നു. അനുജൻ വീഴുന്നത് കണ്ട് രക്ഷപ്പെടുത്താനായി ചേട്ടനായ ഫെർസീൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരും വെള്ളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. ഏറെ നേരമായിട്ടും കുട്ടികൾ തിരികെ വരാതായതോടെ മാതാവ് കുളത്തിന് സമീപം വരെ എത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായില്ല. കുളത്തിൽ നിറയെ ആഫ്രിക്കൻ പായൽ വളർന്നു കിടക്കുകയാണ്. അതിനാൽ കുട്ടികൾ വീണത് ആരും തന്നെ ശ്രദ്ധിച്ചില്ല. പിന്നീട് ഉമയനല്ലൂർ ജംഗ്ഷൻ വരെ അന്വേഷിച്ചു പോയി. അതിനിടയിൽ കുളത്തിൽ മീൻ പിടിക്കാനെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി കുളത്തിലെ പായലിൽ 2 ചെരുപ്പുകൾ കിടക്കുന്നത് കണ്ടു. തുടർന്ന് സംശയം തോന്നി നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഫെർസീൻ മരിച്ചിരുന്നു. തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്ന അഹിയാൻ പിറ്റേന്ന് രാവിലെ 10 മണിയോടുകൂടി മരണത്തിന് കീഴടങ്ങി. എല്ലാ മാതാപിതാക്കളുടെയും മനസ്സുലയ്ക്കുന്ന ദാരുണമായൊരു സംഭവം. ദയവായി നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പ്രായം എത്തുന്നതുവരെ എപ്പോഴും ശ്രദ്ധിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ വീട്ടുപടിക്കലേക്കും എത്താം. മഴ പെയ്ത് തോടുകളും കുളങ്ങളും എല്ലാം നിറഞ്ഞു കവിഞ്ഞതോടെ അപകട വാർത്തകളും കൂടി വരികയാണ്. വെള്ളം എന്നത് ഏറെ വിചിത്ര സ്വഭാവമുള്ള ഒരു വസ്തുവാണ്. നമ്മുടെ ദേഹത്തെ അഴുക്കുകൾ കളഞ്ഞ് നമുക്ക് നൈർമല്യം പകരാൻ കഴിയുന്ന അതേ വെള്ളത്തിന് തന്നെ കെട്ടിക്കിടക്കുമ്പോഴോ അല്ലെങ്കിൽ കുത്തിയൊഴുകുമ്പോഴോ ഒക്കെ നമ്മുടെ ജീവൻ എടുക്കാനും കഴിയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹൃദയഭേദകമായ രീതിയിൽ മരണങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ മരണങ്ങൾ സംഭവിക്കുന്നത് വെള്ളത്തിൽ വീണാണ്. അതുകൊണ്ട് മുതിർന്നവർ എപ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക.